പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം പുതിയ ഘട്ടത്തിലേക്ക്. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മരണശേഷം അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ കേസുകൾ നിയമപരമായി അവസാനിച്ചെങ്കിലും സാമ്പത്തിക ക്രമക്കേടുകളിലെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇ.ഡി. അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതോടെ മകളുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വിവരങ്ങൾ ജിജീഷ് കരുണാകരനാണ് നൽകുക. ജിജീഷ്, ഇപ്പോൾ ഈ കേസിൽ ഇ.ഡി. ഏത് രീതിയിലുള്ള നീക്കമാണ് നടത്തുന്നത്? മകളുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള പ്രവർത്തനങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു. ഗൗതം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുകളിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒന്നും തന്നെ, അതായത് ഈ കേസുകൾ ആർക്കെതിരെയാണോ അഴിമതി കേസുകളുള്ളത് അവരുടെ മരണശേഷവും ആ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടരും. ഇവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മരണശേഷവും മക്കളുടെ പേരിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടി അടക്കമുള്ള കാര്യങ്ങളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം വളരെ വിശദമായൊരു അന്വേഷണം നേരത്തെ ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്തിരുന്നു. പല ഘട്ടങ്ങളിലായി വിജിലൻസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനാവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തോതിൽ പിടിച്ചു ഉലച്ച ഒരു അഴിമതി കേസുകൾ ഒന്ന് തന്നെയായിരുന്നു പാലാരിവട്ടം പാലം നിർമ്മാണത്തിലെ വലിയ ക്രമക്കേട്. ഇത്ര വലിയ ഒരു അഴിമതി, കോടികളുടെ ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതിൻ്റെ എല്ലാം തന്നെ നിരവധി വിവരങ്ങൾ ഞെട്ടലോടെ മാത്രമായിരുന്നു പൊതുസമൂഹം ആ ഒരു ഘട്ടങ്ങളിലെല്ലാം തന്നെ കേൾക്കുകയും ചെയ്തത്. അവിടെയാണ് നിയമ നടപടികൾ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടയാളുടെ മരണശേഷവും ആ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം ഒരു വഴിക്ക് നീങ്ങും, സ്വത്ത് കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികൾ മറ്റൊരു വഴിക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കേസ് തുടർ നടപടികൾ അവസാനിപ്പിക്കേണ്ടതില്ല. 2026 ജനുവരി 6-നാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിന് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. മുൻ മന്ത്രി, ഏറെക്കാലം MLA എന്നീ നിലകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കെയാണ് വലിയ തോതിൽ ചില ക്രമക്കേടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് ആരോപണം ഉയരുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് വഴി 10 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ അതിൽ അന്വേഷണം തുടരാം. കാരണം ഇത്തരത്തിൽ അഴിമതിയിലൂടെ സമ്പാദിച്ച പണം ചന്ദ്രികയിലൂടെ വെളുപ്പിച്ചു എന്നതായിരുന്നു അന്ന് വിവിധ അന്വേഷണ വിഭാഗങ്ങൾ, വിജിലൻസ് അടക്കം കണ്ടെത്തുകയും ചെയ്തത്. ആ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നോട്ട് പോകാം എന്ന കാര്യം കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം അവസാനം വിജിലൻസ് സമർപ്പിക്കാനിരിക്കുന്ന കുറ്റപത്രത്തിൻ്റെ മൊബിലൈസേഷൻ അഡ്വാൻസുമായി 8.25 കോടി രൂപയുടെ ക്രമക്കേടുകളും ഗൂഢാലോചനയും എല്ലാം തന്നെ വ്യക്തമാക്കുന്ന തെളിവുകളുണ്ട് എന്ന സൂചനകൾ കൂടി ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിശദമായ അന്വേഷണം തന്നെയായിരിക്കും നടക്കുക. 2021 അദ്ദേഹം അഴിമതി കേസുകളിൽ പ്രതിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് പാർട്ടി പദവികളിൽ നിന്ന് നിലനിർത്തിയതും 2021 പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ മകന് വീണ്ടും മത്സരിക്കാൻ സീറ്റ് നൽകിയതുമെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ തർക്കങ്ങൾക്കും എല്ലാം തന്നെ ഇടവച്ചിരുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് പുതിയ തലത്തിലേക്ക് അതിന്റെ അന്വേഷണം എത്തുകയാണ്. ഇ.ഡി. അന്വേഷണത്തിനുള്ള സ്റ്റേ കോടതി മാറ്റിയതോടുകൂടി ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ മകളുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകൾ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരയുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങളുമായി ചേർന്നത്.